26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, എപ്പോഴെല്ലാം സമയം ലഭിക്കുമോ അപ്പോൾ ഏകാന്തതയിൽ ഇരുന്ന് സത്യമായ പ്രിയതമനെ ഓർമ്മിക്കൂ. കാരണം ഓർമ്മയിലൂടെ തന്നെയാണ് സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദം ലഭിക്കുന്നത്. ചോദ്യം: ബാബയെ ലഭിച്ചിരിക്കുകയാണ്, അപ്പോൾ ഏതൊരു അലക്ഷ്യം സമാപ്തമാകേണ്ടതാണ്? ഉത്തരം: നമ്മൾ ബാബയുടേത് തന്നെയാണ് എന്ന് പല കുട്ടികളും അലക്ഷ്യത്തോടെ പറയുന്നു. ഓർമ്മയുടെ പ്രയത്നം ചെയ്യുന്നില്ല. അടിക്കടി ഓർമ്മ മറന്നു പോകുന്നു. ഇതാണ് അലക്ഷ്യം. ബാബു പറയുന്നു, കുട്ടികളെ, അഥവാ ഓർമ്മയിലിരിക്കുമെങ്കിൽ ഉള്ളിൽ സ്ഥായിയായ സന്തോഷം നിലനിൽക്കും. ഒരു പ്രകാരത്തിലുമുള്ള ശ്വാസമുട്ടൽ വരില്ല, അതായത് പ്രയാസങ്ങൾ വരില്ല. ബന്ധനത്തിലിരിക്കുന്നവർ ഓർമ്മയിൽ പിടയുന്നു, രാവും പകലും ഓർമ്മിക്കുന്നു. അതേപോലെ നിങ്ങൾക്കും നിരന്തര ഓർമ്മയുണ്ടായിരിക്കേണ്ടതാണ്. ഗീതം: ഭാഗ്യം ഉണർത്തി വന്നിരിക്കുന്നു. ഓം ശാന്തി. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു. നിങ്ങളും ഓം ശാന്തി എന്ന് പറയുന്നു, ബാബയും പറയുന്നു ഓം ശാന്തി. അതായത് നിങ്ങൾ ആത്മാക്കൾ ശാന്ത സ്വരൂപമാണ്, ബാബയും ശാന്ത സ്വരൂപമാണ്. ആത്മാവിൻ്റെ സ്വധർമ്മം ശാന്തിയാണ്, പരമാത്മാവിൻ്റെയും സ്വധർമ്മം ശാന്തിയാണ്. നിങ്ങളും ശാന്തിധാമത്തിൽ വസിക്കുന്നവരാണ്. ബാബയും പറയുന്നു, ഞാനും അവിടെ വസിക്കുന്നവനാണ്. കുട്ടികളായ നിങ്ങൾ പുനർജന്മത്തിൽ വരുന്നു, ഞാൻ വരുന്നില്ല. ഞാൻ ഈ രഥത്തിൽ പ്രവേശിക്കുന്നു. ഇത് എൻ്റെ രഥമാണ്. അഥവാ ശങ്കറിനോട് ചോദിക്കുകയാണ്, ചോദിക്കുവാൻ സാധിക്കില്ല. എന്നാൽ സൂക്ഷ്മവദനത്തിൽ പോയി ആരെങ്കിലും ചോദിക്കുകയാണ് എന്ന് വിചാരിക്കൂ. എങ്കിൽ പറയും, ഈ സൂക്ഷ്മ ശരീരം എൻ്റേതാണ്. ശിവ് ബാബ പറയുന്നു, ഇത് എൻ്റെ ശരീരമല്ല, ഇത് ഞാൻ കടമായി എടുത്തിരിക്കുന്നു. കാരണം എനിക്കും കർമ്മേന്ദ്രിയങ്ങളുടെ ആധാരം ആവശ്യമാണ്. ആദ്യം മുഖ്യമായ കാര്യം മനസ്സിലാക്കിച്ചു കൊടുക്കണം. പതീത പാവനൻ ജ്ഞാനത്തിൻ്റെ സാഗരം ശ്രീകൃഷ്ണനല്ല. ശ്രീകൃഷ്ണൻ സർവ്വ ആത്മാക്കളെയും പതീതത്തിൽ നിന്നും പാവനമാക്കുന്നില്ല. ശ്രീകൃഷ്ണനാണെങ്കിൽ വന്ന് പാവന ലോകത്തിൽ രാജ്യം ഭരിക്കുന്നു. ആദ്യം പ്രിൻസ് ആകുന്നു, പിന്നെ മഹാരാജാവാകുന്നു. കൃഷ്ണനിലും ഈ ജ്ഞാനമില്ല. രചനയുടെ ജ്ഞാനം രചയിതാവിൽ തന്നെ ആയിരിക്കുമല്ലോ ഉള്ളത്. ശ്രീകൃഷ്ണനെ രചന എന്നാണ് പറയുക. രചയിതാവായ ബാബ തന്നെ വന്ന് ജ്ഞാനം നൽകുന്നു. ഇപ്പോൾ ബാബ രചിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ എൻ്റെ കുട്ടികളാണ് എന്ന് പറയുന്നു. നിങ്ങളും പറയുന്നു, ബാബ നമ്മൾ അങ്ങയുടേതാണ്. ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണരുടെ സ്ഥാപന എന്ന് പറയുന്നു. ഇല്ലെങ്കിൽ പിന്നെ ബ്രാഹ്മണർ എവിടെ നിന്ന് വരാനാണ്? സൂക്ഷ്മവദനത്തിൽ മറ്റൊരു ബ്രഹ്മാവൊന്നുമില്ല. മുകളിലിരിക്കുന്ന ആൾ തന്നെയാണ് താഴെയുള്ള ആൾ, അത് തന്നെയാണ് മുകളിലുള്ളത്, ഒന്ന് തന്നെയാണ്. ശരി, വിഷ്ണുവും ലക്ഷ്മി നാരായണനും ഒരേ കാര്യം തന്നെയാണ്. അവർ എവിടെ ഉള്ളവരാണ്? ബ്രഹ്മാവ് തന്നെയാണ് വിഷ്ണുവാകുന്നത്. ബ്രഹ്മ സരസ്വതി തന്നെയാണ് ലക്ഷ്മി നാരായണൻ. പിന്നെ അവർ തന്നെ മുഴുവൻ കൽപ്പത്തിലും 84 ജന്മങ്ങൾക്ക് ശേഷം വന്ന് സംഗമത്തിൽ ബ്രഹ്മ സരസ്വതിയാകുന്നു. ലക്ഷ്മി നാരായണനും മനുഷ്യരാണ്. അവരുടേത് ദേവീ ദേവതാ ധർമ്മമാണ്. വിഷ്ണുവിനും 4 കൈകൾ കൊടുത്തിരിക്കുന്നു. ഇത് പ്രവൃത്തി മാർഗം കാണിച്ചിരിക്കുന്നതാണ്. ഭാരതത്തിൽ തുടക്കം മുതൽ തന്നെ പ്രവൃത്തി മാർഗം നടന്നു വരുന്നു. അതിനാൽ വിഷ്ണുവിന് 4 കൈകൾ നൽകിയിരിക്കുന്നു. ഇവിടെയുള്ളത് ബ്രഹ്മ സരസ്വതിയാണ്. ആ സരസ്വതി ദത്തുപുത്രിയാണ്. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം ലഖീരാജ് എന്നായിരുന്നു. പിന്നെ ഇദ്ദേഹത്തിന് ബ്രഹ്മാവ് എന്ന നാമം വെച്ചു. ശിവ് ബാബ ഇദ്ദേഹത്തിൽ പ്രവേശിച്ചു, രാധയെ സ്വന്തമാക്കി സരസ്വതി എന്ന നാമം വെച്ചു. ബ്രഹ്മാവ് സരസ്വതിയുടെ ലൗകിക അച്ഛനൊന്നുമല്ല.
ഇവർ രണ്ടുപേർക്കും അവരവരുടേതായ ലൗകിക പിതാവുണ്ടായിരുന്നു. ഇപ്പോൾ അവരില്ല. ഇത് ശിവ് ബാബ ബ്രഹ്മാവിലൂടെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ അഡോപ്റ്റഡ് ചിൽഡ്രൻ ആണ്. ബ്രഹ്മാവും ശിവ് ബാബയുടെ കുട്ടിയാണ്. ബ്രഹ്മാവിൻ്റെ മുഖകമലത്തിലൂടെ രചിക്കുന്നു. അതിനാൽ ബ്രഹ്മാവിനെയും മാതാവെന്ന് പറയുന്നു. നീ മാതാവും പിതാവും, ഞങ്ങൾ നിന്റെ ബാലകൻ, നിന്റെ കൃപയിലൂടെ അളവറ്റ സുഖം ലഭിക്കുന്നു എന്ന് പാടുന്നുണ്ടല്ലോ. ബ്രാഹ്മണരായ നിങ്ങൾ വന്ന് ബാലകരായിരിക്കുന്നു. ഇതിൽ മനസ്സിലാക്കാൻ വളരെ നല്ല ബുദ്ധി ആവശ്യമാണ്. നിങ്ങൾ കുട്ടികൾ ശിവ് ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്നു. ബ്രഹ്മാവ് സ്വർഗത്തിൻ്റെ രചയിതാവോ ജ്ഞാനത്തിൻ്റെ സാഗരമോ അല്ല. ജ്ഞാനത്തിൻ്റെ സാഗരം ഒരേ ഒരു ബാബയാണ്. ആത്മാവിൻ്റെ പിതാവ് തന്നെയാണ് ജ്ഞാനത്തിൻ്റെ സാഗരം. ആത്മാവും ജ്ഞാനസാഗരമാകുന്നു. എന്നാൽ ഇദ്ദേഹത്തെ ജ്ഞാനസാഗരം എന്ന് പറയില്ല. കാരണം സാഗരം ഒന്നേ ഉള്ളൂ. നിങ്ങളെല്ലാവരും നദികളാണ്. സാഗരത്തിന് തൻ്റേതായ ശരീരമില്ല, നദികൾക്കുണ്ട്. നിങ്ങൾ ജ്ഞാന നദികളാണ്. കൽക്കട്ടയിൽ ബ്രഹ്മപുത്ര നദി വളരെ വലുതാണ്. കാരണം അതിന് സാഗരവുമായി കണക്ഷനുണ്ട്. അതിൻ്റെ വളരെ വലിയ മേള നടക്കുന്നു. ഇവിടെയും മേള നടക്കുന്നു. സാഗരവും ബ്രഹ്മപുത്രയും രണ്ടും കമ്പൈൻഡാണ്. ഇതാണ് ചൈതന്യം, അത് ജഡമാണ്. ഈ കാര്യങ്ങൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ശാസ്ത്രങ്ങളിൽ ഇല്ല. ശാസ്ത്രങ്ങൾ ഭക്തിമാർഗത്തിൻ്റെ ഡിപ്പാർട്ട്മെൻ്റാണ്. ഇതാണ് ജ്ഞാനമാർഗം, അതാണ് ഭക്തിമാർഗം. പകുതിക്കൽപ്പം ഭക്തിമാർഗത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നടന്നു. അതിൽ ജ്ഞാനസാഗരമില്ല. പരംപിത പരമാത്മാവ് ജ്ഞാനസാഗരമായ ബാബ സംഗമത്തിൽ വന്ന് ജ്ഞാനസ്നാനത്തിലൂടെ സർവരുടെയും സദ്ഗതി ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും സ്വർഗത്തിൻ്റെ സുഖങ്ങളുടെ ഭാഗ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും നമ്മൾ സത്യയുഗത്തിലും ത്രേതായിലും പൂജ്യ ദേവി ദേവതയായിരുന്നു. ഇപ്പോൾ നമ്മൾ പൂജാരി മനുഷ്യരാണ്. പിന്നെ മനുഷ്യനിൽ നിന്നും നിങ്ങൾ ദേവതയാകുന്നു. ബ്രാഹ്മണൻ തന്നെയാണ് ദേവതാ ധർമ്മത്തിലേക്ക് വന്ന് പിന്നീട് ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമായത്. 84 ജന്മങ്ങൾ എടുത്തെടുത്ത് താഴെ ഇറങ്ങേണ്ടി വന്നു. ഇതും നിങ്ങൾക്ക് ബാബ പറഞ്ഞു തന്നു. നിങ്ങൾ തൻ്റെ ജന്മങ്ങളെ അറിഞ്ഞിരുന്നില്ല. 84 ജന്മങ്ങളും നിങ്ങൾ തന്നെയാണ് എടുക്കുന്നത്. ആരാണോ ആദ്യം വരുന്നത് അവർ തന്നെയാണ് മുഴുവൻ 84 ജന്മവും എടുക്കുന്നത്. യോഗത്തിലൂടെ തന്നെയാണ് മാലിന്യം മാറുന്നത്. യോഗത്തിൽ തന്നെയാണ് പ്രയത്നമുള്ളത്. പല കുട്ടികളും ജ്ഞാനത്തിൽ തീവ്രമാണെങ്കിലും യോഗത്തിൽ അപക്വമാണ്. ബന്ധനത്തിലിരിക്കുന്നവർ യോഗത്തിൽ ബന്ധനമുക്തരേക്കാളും നല്ലതാണ്. അവരാണെങ്കിൽ ശിവ് ബാബയുമായി കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി രാവും പകലും പിടയുന്നു. നിങ്ങൾ കണ്ടുമുട്ടിയിരിക്കുന്നു. നിങ്ങളോട് ഓർമ്മിക്കൂ എന്ന് പറയുന്നു. നിങ്ങൾ അടിക്കടി മറന്നു പോകുന്നു. നിങ്ങൾക്ക് ധാരാളം കൊടുങ്കാറ്റുകൾ വരുന്നു. അവർ ഓർമ്മയിൽ പിടയുന്നു, നിങ്ങൾ പിടയുന്നില്ല. അവർക്ക് വീട്ടിലിരിക്കുമ്പോഴും ഉയർന്ന പദവി ഉണ്ടാകുന്നു. കുട്ടികളായി നിങ്ങൾക്കറിയാം, ബാബയുടെ ഓർമ്മയിലിരിക്കുന്നതിലൂടെ നമുക്ക് സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദം ലഭിക്കും. എങ്ങനെയാണോ കുട്ടി ഗർഭത്തിൽ നിന്നും പുറത്തു വരുന്നതിനായി പിടയുന്നത്, അതേപോലെ ബന്ധനത്തിലുള്ളവർ പിടഞ്ഞു വിളിക്കുന്നു, ശിവ് ബാബ ഈ ബന്ധനത്തിൽ നിന്നും മാറ്റൂ. രാവും പകലും ഓർമ്മിക്കുന്നു. നിങ്ങൾക്ക് ബാബയെ ലഭിച്ചു. അപ്പോൾ നിങ്ങൾ അലക്ഷ്യരായിരിക്കുന്നു. നമ്മൾ ബാബയുടെ കുട്ടികളാണ്. നമ്മൾ ഈ ശരീരം ഉപേക്ഷിച്ച് പ്രിൻസ് ആകും. ഉള്ളിൽ ഈ സ്ഥായിയായ സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. പക്ഷേ മായ ഓർമ്മിക്കുവാൻ അനുവദിക്കുന്നില്ല. ഓർമ്മയിലൂടെ വളരെയധികം സന്തോഷത്തിലിരിക്കും. ഓർമ്മിക്കുന്നില്ലെങ്കിൽ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കും. പകുതി കൽപ്പം നിങ്ങൾ രാവണ രാജ്യത്തിൽ ദുഃഖം കണ്ടു. അകാല മൃത്യു ഉണ്ടായി വന്നു.
ദുഃഖം ഉണ്ടായിരിക്കുക തന്നെ ചെയ്യുന്നു. എത്ര തന്നെ സമ്പന്നരാകട്ടെ ദുഃഖമുണ്ട്, അകാല മൃത്യു ഉണ്ടാകുന്നു. സത്യയുഗത്തിൽ ഇങ്ങനെ അകാലത്തിൽ മരിക്കുന്നില്ല, ഒരിക്കലും രോഗിയാവുകയില്ല. സമയമാകുമ്പോൾ ഇരുന്നിരുന്ന് സ്വയമേ ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് എടുക്കുന്നു. അതിൻ്റെ പേര് തന്നെ സുഖധാമം എന്നാണ്. മനുഷ്യരാണെങ്കിൽ സ്വർഗത്തിൻ്റെ കാര്യങ്ങളെ കാൽപ്പനികം എന്ന് മനസ്സിലാക്കുന്നു. സ്വർഗം എവിടെ നിന്ന് വന്നു എന്ന് പറയും. നിങ്ങൾക്കറിയാം, നമ്മൾ സ്വർഗത്തിൽ വസിക്കുന്നവരാണ്. പിന്നെ 84 ജന്മങ്ങൾ എടുക്കുന്നു. ഈ മുഴുവൻ കളിയും ഭാരതത്തിൽ തന്നെയാണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, നമ്മൾ 21 ജന്മം പാവന ദേവതയായിരുന്നു. പിന്നെ നമ്മൾ ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമായി. ഇപ്പോൾ വീണ്ടും ബ്രാഹ്മണൻ ആയിരിക്കുന്നു. ഈ സ്വദർശന ചക്രം വളരെ സഹജമാണ്. ഇത് ശിവബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾക്കറിയാം, ശിവബാബ ബ്രഹ്മാവിൻ്റെ രഥത്തിൽ വന്നിരിക്കുന്നു. ഈ ബ്രഹ്മാവ് തന്നെയാണ് സത്യയുഗത്തിൻ്റെ ആദിയിൽ ശ്രീകൃഷ്ണൻ ആയിരുന്നത്. 84 ജന്മങ്ങളെടുത്ത് പതീതമായിരിക്കുന്നു. വീണ്ടും ഇദ്ദേഹത്തിൽ ബാബ പ്രവേശിച്ച് അഡോപ്റ്റ് ചെയ്തു. സ്വയം പറയുന്നു, ഞാൻ ഈ ശരീരത്തിൻ്റെ ആധാരമെടുത്ത് നിങ്ങളെ സ്വന്തമാക്കിയിരിക്കുന്നു. പിന്നെ നിങ്ങളെ സ്വർഗത്തിൻ്റെ രാജധാനിക്ക് യോഗ്യരാക്കി മാറ്റുന്നു. ആര് യോഗ്യരാകുന്നു അവർ രാജധാനിയിൽ വരും. ഇതിൽ നല്ല മാനേഴ്സ് ആവശ്യമാണ്. മുഖ്യമായത് പവിത്രത തന്നെയാണ്. ഈ കാര്യത്തിൽ അബലകളുടെ മേൽ അത്യാചാരമുണ്ടാകുന്നു. ചിലയിടങ്ങളിൽ പുരുഷന്മാരുടെ മേലും അത്യാചാരമുണ്ടാകുന്നു. വികാരത്തിനു വേണ്ടി പരസ്പരം ശല്യം ചെയ്യുന്നു. ഇവിടെ മാതാക്കൾ ധാരാളമുള്ളത് കാരണം ശക്തിസേന എന്ന നാമം പാടപ്പെട്ടിട്ടുണ്ട്. വന്ദേ മാതരം. ഇപ്പോൾ നിങ്ങൾ ജ്ഞാനചിതയിലിരിക്കുന്നു. കാമചിതയിൽ നിന്നും ഇറങ്ങി വെളുപ്പാകുന്നതിന് വേണ്ടി ദ്വാപരം മുതൽ കാമചിതയിൽ ഇരിക്കുകയാണ്. വികാരി ബ്രാഹ്മണർ പരസ്പരം വികാരം നൽകുന്നതിനുള്ള കെട്ട് ബന്ധിക്കുന്നു, അതായത് ബന്ധം ചേർക്കുന്നു. നിങ്ങൾ നിർവികാരി ബ്രാഹ്മണരാണ്. നിങ്ങൾ അത് ക്യാൻസൽ ചെയ്യിച്ച് ജ്ഞാനചിതയിലിരുത്തുന്നു. കാമചിതയിലൂടെ കറുത്തവരായിരിക്കുന്നു. ജ്ഞാനചിതയിലൂടെ വെളുപ്പായി മാറും. ബാബ പറയുന്നു, ഒരുമിച്ചിരുന്നുകൊള്ളൂ. എന്നാൽ പ്രതിജ്ഞ ചെയ്യണം, നമ്മൾ വികാരത്തിൽ പോവുകയില്ല. അതിനാൽ ബാബ മോതിരവും അണിയിക്കുന്നു. ശിവ് ബാബ അച്ഛനുമാണ്, സാജനുമാണ്. എല്ലാ സീതമാരുടെയും രാമനാണ്. ആ ഒന്ന് പതീത പാവനാണ്. ബാക്കി രഘുപതി രാഘവ രാജാറാമൻ്റെ കാര്യമല്ല. രാമൻ സംഗമത്തിൽ തന്നെയാണ് ഈ പ്രാപ്തി നേടിയിരുന്നത്. രാമന് ഹിംസക ബാണം കാണിക്കുന്നത് തെറ്റാണ്. ചിത്രങ്ങളിലും കൊടുക്കുവാൻ പാടില്ല. കേവലം എഴുതണം ചന്ദ്രവംശിയാണ്. കുട്ടികൾ മനസ്സിലാക്കിച്ചു കൊടുക്കണം. ശിവബാബ ഇദ്ദേഹത്തിലൂടെ നമുക്ക് ഈ ചക്രത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കിച്ചു തരുന്നു. സത്യനാരായണൻ്റെ കഥയുണ്ടല്ലോ, അത് മനുഷ്യരാൽ ഉണ്ടാക്കപ്പെട്ട കഥയാണ്. നരനിൽ നിന്നും നാരായണൻ ആരുമാകുന്നില്ല. സത്യനാരായണൻ്റെ കഥയുടെ അർത്ഥം തന്നെ നരനിൽ നിന്നും നാരായണൻ ആവുക എന്നതാണ്. അമര കഥയും കേൾപ്പിക്കുന്നു. പക്ഷേ അമരപുരിയിലേക്ക് ആരും പോകുന്നില്ല. മൃത്യുലോകം 2500 വർഷം നടക്കുന്നു. മൂന്നാമത്തെ നേത്രത്തിൻ്റെ കഥ മാതാക്കൾ കേൾക്കുന്നു. വാസ്തവത്തിൽ ഇതാണ് മൂന്നാമത്തെ ജ്ഞാനത്തിൻ്റെ നേത്രം നൽകുന്നതിൻ്റെ കഥ. ഇപ്പോൾ ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം ആത്മാവിന് ലഭിച്ചിരിക്കുന്നു. അതിനാൽ ആത്മാഭിമാനിയാകണം. ഞാൻ ഈ ശരീരത്തിലൂടെ ഇപ്പോൾ ദേവതയാകുന്നു. എന്നിൽ തന്നെയാണ് സംസ്കാരമുള്ളത്. മനുഷ്യരെല്ലാം ദേഹാഭിമാനിയാണ്. ബാബ വന്ന് ദേഹി അഭിമാനിയാക്കുന്നു. ലോകർ പിന്നെ പറയുന്നു ആത്മാവും പരമാത്മാവും ഒന്നാണ് എന്ന്. പരമാത്മാവാണ് ഈ എല്ലാ രൂപവും ധാരണ ചെയ്തിരിക്കുന്നത് എന്ന്.
ബാബ പറയുന്നു, ഇതെല്ലാം തെറ്റാണ്. ഇതിനെ മിഥ്യാ അഭിമാനം, മിഥ്യാജ്ഞാനം എന്ന് പറയുന്നു. ബാബ പറഞ്ഞു തരുന്നു, ഞാൻ ബിന്ദുവിന് സമാനമാണ്. നിങ്ങളും അറിഞ്ഞിരുന്നില്ല, ഇദ്ദേഹവും അറിഞ്ഞിരുന്നില്ല, ബ്രഹ്മാവും അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇതിൽ സംശയം വരാൻ പാടില്ല, നിശ്ചയം ഉണ്ടാകേണ്ടതാണ്. ബാബ തീർച്ചയായും സത്യം തന്നെയാണ് പറയുന്നത്. സംശയബുദ്ധി വിനശന്തി. അങ്ങനെയുള്ളവർ പൂർണ്ണമായും സമ്പത്ത് നേടുകയില്ല. ആത്മാഭിമാനി ആകുന്നതിൽ തന്നെയാണ് പ്രയത്നമുള്ളത്. ആഹാരം പാകം ചെയ്യുമ്പോൾ ബുദ്ധി ബാബയുടെ നേർക്ക് യോജിച്ചിരിക്കട്ടെ. ഓരോ കാര്യത്തിലും ഈ പ്രാക്ടീസ് ചെയ്യണം. ചപ്പാത്തി പരത്തുമ്പോൾ തൻ്റെ പ്രിയതമനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. ഈ അഭ്യാസം ഓരോ കാര്യത്തിലും ആവശ്യമാണ്. എത്ര സമയം ഒഴിവ് ലഭിക്കുമോ ഓർമ്മിക്കണം. ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങൾ സദോ പ്രധാനമാകുന്നത്. 8 മണിക്കൂർ കർമ്മത്തിനു വേണ്ടിയുള്ള സമയമുണ്ട്. ഇടയിൽ ഏകാന്തതയിൽ പോയി ഇരിക്കണം. നിങ്ങൾ എല്ലാവരെയും ബാബയുടെ പരിചയവും കേൾപ്പിക്കണം. ഇന്ന് കേട്ടില്ലെങ്കിൽ നാളെ കേൾക്കും. ബാബ സ്വർഗം സ്ഥാപിക്കുന്നു. നമ്മൾ സ്വർഗത്തിലായിരുന്നു, ഇപ്പോൾ പിന്നെ നരകവാസി ആയിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ബാബയിൽ നിന്നും സമ്പത്ത് ലഭിക്കണം. ഭാരതവാസികൾക്ക് തന്നെയാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. ബാബ വരുന്നതും ഭാരതത്തിൽ തന്നെയാണ്. നോക്കൂ, നിങ്ങളുടെ അടുക്കൽ മുസൽമാന്മാരും വരുന്നു. അവരും സെന്റർ പരിപാലിക്കുന്നു. ശിവ് ബാബയെ ഓർമ്മിക്കൂ എന്ന് പറയുന്നു. സിഖുകാരും വരുന്നു, ക്രിസ്ത്യൻസും വരുന്നു. മുന്നോട്ട് പോകുമ്പോൾ വളരെ പേർ വരും. ഈ ജ്ഞാനം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. കാരണം ഇത് സഹജമായ ഓർമ്മയാണ്, ബാബയുടെ സഹജമായ സമ്പത്താണ്. എന്നാൽ പവിത്രം തീർച്ചയായും ആകേണ്ടി വരും. ദാനം നൽകിയെങ്കിൽ ഗ്രഹണം മാറും. ഇപ്പോൾ ഭാരതത്തിൽ രാഹുവിൻ്റെ ഗ്രഹണമാണ്. പിന്നെ ബൃഹസ്പതിയുടെ ദശ ആരംഭിക്കും 21 ജന്മത്തേക്ക് വേണ്ടി. ആദ്യം നടക്കുന്നത് ബൃഹസ്പതിയുടെ ദശയാണ്. പിന്നെ ശുക്രന്റെ ദശ. സൂര്യവംശിയുടെ മേൽ ബൃഹസ്പതി ദശയാണ്. ചന്ദ്രവംശിയുടെ മേൽ ശുക്രന്റെ ദശ എന്ന് പറയും. പിന്നെ ദശ കുറഞ്ഞു വരുന്നു. ഏറ്റവും മോശമായതാണ് രാഹുവിൻ്റെ ദശ. ബൃഹസ്പതി എന്നൊരു ഗുരുവൊന്നുമില്ല. ഇത് വൃക്ഷപതിയുടെ ദശയാണ്. വൃക്ഷപതിയായ ബാബ വരുമ്പോൾ ബൃഹസ്പതിയുടെയും ശുക്രൻ്റെയും ദശയുണ്ടാകുന്നു. രാവണൻ വരുമ്പോൾ രാഹുവിൻ്റെ ദശയുണ്ടാകുന്നു. കുട്ടികളായ നിങ്ങളുടെ മേൽ ഇപ്പോൾ ബൃഹസ്പതിയുടെ ദശയാണ്. കേവലം വൃക്ഷപതിയെ ഓർമ്മിക്കൂ, പവിത്രമാകൂ, ഇത്രമാത്രം. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഓരോ കാര്യം ചെയ്യുമ്പോഴും ആത്മാഭിമാനി ആകുന്നതിൻ്റെ പ്രാക്ടീസ് ചെയ്യണം. ദേഹത്തിൻ്റെ അഹങ്കാരം സമാപ്തമാകണം. ഇതിനു വേണ്ടി പ്രയത്നിക്കണം. സത്യോഗി രാജപദത്തിന് യോഗ്യരാകുന്നതിനായി തൻ്റെ മാനേഴ്സ് റോയലാക്കണം. പവിത്രത തന്നെയാണ് ഏറ്റവും ഉയർന്ന പെരുമാറ്റം. പവിത്രം ആകുന്നതിലൂടെ തന്നെയാണ് പവിത്ര ലോകത്തിൻ്റെ അധികാരി ആകുന്നത്. വരദാനം: ചെയ്യുകയും ചെയ്യിക്കുകയും ചെയ്യുന്നവൻ്റെ സ്മൃതിയിലൂടെ സഹജയോഗത്തിൻ്റെ അനുഭവം ചെയ്യുന്ന സഫലതാമൂർത്തിയായി ഭവിക്കട്ടെ. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഈ സ്മൃതി ഉണ്ടായിരിക്കണം. ഈ കാര്യത്തിന് നിമിത്തമാക്കുന്ന ബാക്ക് ബോൺ ആരാണ്? ബാക്ക് ബോൺ ഇല്ലാതെ ഒരു കർമ്മത്തിലും സഫലത ലഭിക്കുക സാധ്യമല്ല. അതിനാൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും കേവലം ഇത് ചിന്തിക്കൂ: ഞാൻ നിമിത്തമാണ്. ചെയ്യിക്കുന്നവൻ സ്വയം സർവസമർത്ഥനായ ബാബയാണ്. ഇത് സ്മൃതിയിൽ വെച്ചുകൊണ്ട് കർമ്മം ചെയ്യൂ.
അപ്പോൾ സഹജയോഗത്തിൻ്റെ അനുഭൂതി ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ ഈ സഹജയോഗം അവിടെ സഹജമായി രാജ്യഭരണം നടത്തിക്കും. ഇവിടുത്തെ സംസ്കാരമാണ് അവിടെ കൊണ്ടുപോകുന്നത്. സ്ലോഗൻ: ഇച്ഛകൾ നിഴലിന് സമാനമാണ്. താങ്കൾ പുറം തിരിയുകയാണെങ്കിൽ പിന്നാലെ പിന്നാലെ വരും. അവ്യക്ത സൂചന: മഹാൻ ആകുന്നതിന് വേണ്ടി മധുരതയുടെയും വിനയത്തിൻ്റെയും ഗുണം ധാരണ ചെയ്യൂ. മധുരത ഇങ്ങനെയുള്ള വിശേഷ ധാരണയാണ്. അത് കൈപ്പേറിയ ഭൂമിയെപ്പോലും മധുരമുള്ളതാക്കി മാറ്റുന്നു. നിങ്ങളേവരെയും പരിവർത്തനപ്പെടുത്തിയതിൻ്റെ ആധാരം ബാബയുടെ 2 മധുര വാക്കുകളാണ്. മധുരമായ കുട്ടികളെ, നിങ്ങൾ മധുരമായ ശുദ്ധ ആത്മാവാണ്. ഈ 2 മധുര വാക്കുകൾ തന്നെയാണ് പരിവർത്തനപ്പെടുത്തിയത്. മധുരമായ ദൃഷ്ടി പരിവർത്തനപ്പെടുത്തി. ഇതേപോലെ മധുരതയിലൂടെ മറ്റുള്ളവരെയും മധുരമാക്കൂ. ഇങ്ങനെ വായി മധുരിതമാക്കൂ. സദാ ഈ മധുരതയുടെ സമ്മാനം കൂടെ വയ്ക്കൂ. ഇതിലൂടെ സദാ മധുരമായിരിക്കും, മധുരമാക്കി മാറ്റുകയും ചെയ്യും. ഓം ശാന്തി. മെഡിറ്റേഷൻ. നിരാകാര സ്വരൂപത്തിൽ ഞാൻ ശിവബാബയുടെ അനന്യ ഓർമ്മയിൽ ഇരിക്കുമ്പോൾ സഹജമായി ശാന്തിയുടെയും ശക്തിയുടെയും അനുഭവം എനിക്കുണ്ടാകുന്നു. സർവസംബന്ധങ്ങൾ കൊണ്ടും സ്വന്തമാക്കി അവിനാശി പ്രാപ്തികൾ നേടിത്തരുന്ന ശിവബാബയുടെ ഓർമ്മ എത്ര സുഖദായകമാണ്. ബാബയുമായുള്ള ഈ അതിമധുരമായ കൂടിക്കാഴ്ചയുടെ അവിനാശി സന്തോഷത്തിലിരിക്കുമ്പോൾ ബാബയിൽ നിന്നും പ്രാപ്തമാകുന്ന ഈശ്വരീയ ഖജനാവുകളാൽ ഞാൻ സമ്പന്ന സ്ഥിതി കൈവരിക്കുന്നു. ഈ സമ്പന്ന സ്ഥിതിയിലൂടെ വിശ്വസേവനത്തിൻ്റെ പരിധിയില്ലാത്ത കാര്യത്തിൽ ഞാൻ സഹയോഗി ആവുകയാണ്. സാകാരലോകത്തിൽ ദുഃഖാശാന്തികളിൽ കഴിയുന്ന ആത്മാക്കൾക്ക് ഞാൻ ശിവബാബയിൽ നിന്നും പ്രാപ്തമാക്കിയ സർവശക്തികളുടെയും കിരണങ്ങൾ, ശാന്തിയുടെ കിരണങ്ങൾ, സന്തോഷത്തിൻ്റെ കിരണങ്ങൾ ദാനം ചെയ്യുകയാണ്. ദിവ്യവും അലൗകികവുമായ ഈ ഈശ്വരീയ ഖജനാവുകൾ
അവരിലും നിറയുകയാണ്.